അങ്കോളയിൽ മണ്ണിടിച്ചിലിൽ കാണാതായി കോഴിക്കോട് സ്വദേശി അർജുൻ ഉൾപ്പെടെയുള്ളവരെ കണ്ടെത്താനുള്ള തെരച്ചിൽ ഇന്ന് പുനരാരംഭിക്കും. ട്രക്കിന്റെ സ്ഥാനം കൃത്യമായി കണ്ടെത്താൻ ഗംഗാവലി പുഴയിൽ നാവികസേനയുടെ നേതൃത്വത്തിൽ സോണാർ പരിശോധനയാണ് നടത്തുക. ഷെഫീഖ് നസ്രുള്ള വിവരങ്ങൾ നൽകും. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് നിർത്തിവെച്ച തിരച്ചിൽ ഇന്ന് പുനരാരംഭിക്കും. രാവിലെ 9:30 നേവിയുടെ സംഘമാണ് തെരച്ചിൽ ആരംഭിക്കുന്നത്. 3 പേരെയാണ് ഇനി ഇവിടെ കണ്ടെത്താനുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ അടിയൊഴുക്കുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ നദി ആകെ നിറഞ്ഞ് കവിഞ്ഞൊഴുകിയായിരുന്നു. ആ ഒരു സാഹചര്യം ഇപ്പോൾ ഇല്ല. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നത് പോലെ ഈ നദിയിൽ നിന്ന് ജലനിരപ്പ് നന്നേ കുറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അടിയൊഴുക്കും നന്നായി കുറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം ഇതിൽ ചെളി കലങ്ങിയ വെള്ളമായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ തെളിഞ്ഞ വെള്ളമാണ്. ആ സമയത്ത് സൂചിപ്പിച്ചിരുന്നത് ഇതിനകത്ത് കാഴ്ചയില്ല. മുങ്ങൽ വിദഗ്ധർക്ക് മുങ്ങിയാൽ പോലും അതിൻ്റെ അകത്ത് കാണാൻ കഴിയുന്നില്ല എന്നത് വലിയ തടസ്സമുണ്ടാക്കിയിരുന്നു. പക്ഷേ ഇപ്പോൾ തെളിഞ്ഞ ഒരു അവസ്ഥയായതുകൊണ്ട് തന്നെ അകത്തോട്ട് പോയാൽ കാണാവുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. ആ ഒരു പ്രതീക്ഷയാണ് കുടുംബവും അതോടൊപ്പം തന്നെ ആളുകളുമൊക്കെ വെച്ചു പുലർത്തുന്നത്. 3 പേരെയും കണ്ടെത്താനാവും എന്നൊരു പ്രതീക്ഷ വെച്ചു പുലർത്തുന്നത്. അതോടൊപ്പം തന്നെ നേവിയുടെ സോണാർ പരിശോധന നടക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ ഒരു സിഗ്നൽ ലഭിച്ചിരുന്നു. നേരത്തെ ലഭിച്ച സിഗ്നലുള്ള അതേ സ്ഥലത്ത് തന്നെയാണോ ഈ ട്രക്കിൻ്റെ യഥാർത്ഥ പൊസിഷൻ എന്നത് സംബന്ധിച്ചുള്ള ഒരു സ്ഥിരീകരണം വരുത്തുകയാണ് ഈ സോണാർ പരിശോധനയിലൂടെ ലക്ഷ്യമിടുന്നത്. ആ പരിശോധന നടക്കും. അതോടൊപ്പം ഇപ്പോൾ ഇതിലെ അടിയൊഴുക്ക് കുറഞ്ഞതും അതോടൊപ്പം തന്നെ ജലനിരപ്പ് കുറഞ്ഞതും കാരണം മുങ്ങൽ വിദഗ്ധർ നദിയിലിറങ്ങി പരിശോധിക്കാനുള്ളൊരു സാധ്യത കൂടിയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അത്തരം ഒരു പ്രതീക്ഷ തന്നെയാണ് അർജുനൻ്റെ കുടുംബം വെച്ച് പുലർത്തുന്നത്. അർജുനൻ്റെ കുടുംബാംഗങ്ങളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ട്രക്കിൻ്റെ ഉടമ മനാഫും ഇവിടെ എത്തിയിട്ടുണ്ട്. അവർക്കൊക്കെ ലഭ്യമായ ഒരു വിവരം എന്ന് പറയുന്നത് ജലനിരപ്പ് കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ അടിയൊഴുക്ക് കുറഞ്ഞാൽ മുങ്ങാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് എങ്കിൽ അത് പരിശോധിച്ചതിന് ശേഷം മുങ്ങും എന്ന മുങ്ങൽ വിദഗ്ധർ അവരുടെ സേവനം പ്രയോജനപ്പെടുത്തും എന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത്. നമുക്ക് ഇവിടുന്ന് കാഴ്ചയിൽ നിന്ന് മനസ്സിലാവുന്ന കാര്യമാണ് പറഞ്ഞത്. അടിയൊഴുക്ക് കുറഞ്ഞ ഇതിൻ്റെ മേൽഭാഗങ്ങളിൽ ഒഴുക്ക് കുറഞ്ഞതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ വലിയ രൂപത്തിൽ ജലനിരപ്പ് താഴ്ന്നിട്ടുണ്ട്. ഈ ഒരു സാഹചര്യം ഉപയോഗപ്പെടുത്തി തെരച്ചിൽ നടത്താനാവും എന്നൊരു പ്രതീക്ഷയാണ് വെച്ച് പുലർത്തുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 4 ദിവസമായി ഈ ഭാഗത്ത് മഴയില്ല. അതിൻ്റെ ഒരു അനുകൂല സാഹചര്യമുണ്ട്. അടുത്ത ദിവസങ്ങളിലൊന്നും തന്നെ ഇവിടെ മഴയുണ്ടാവില്ല എന്ന കാലാവസ്ഥാ പ്രവചനവുമുണ്ട്. ആ ഒരു അനുകൂലമായ ഒരു സാഹചര്യം ഉപയോഗപ്പെടുത്തി ഇന്ന് തന്നെ ഈ മുങ്ങൽ വിദഗ്ധരുടെ സേവനം കൂടി ഉപയോഗപ്പെടുത്തി ഇതിനൊരു 3 പേരെ കണ്ടെത്താനുള്ളൊരു തെരച്ചിൽ ആരംഭിക്കും. ഇന്ന് ഒരു ശുഭകരമായ അല്ലെങ്കിൽ ഏറ്റവും ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി കാത്തിരുന്ന ഒരു ചോദ്യത്തിനുള്ള ഒരു ഉത്തരം ലഭിക്കും. ലോറിയിലേക്ക് മുങ്ങൽ വിദഗ്ധർക്ക് എത്താൻ കഴിയും എന്നതാണ് ഇന്ന് നമുക്ക് ഇവിടുന്ന് ലഭ്യമാവുന്നത്. ആ ഒരു പ്രതീക്ഷ തന്നെയാണ് അർജുൻ്റെ. ഷെഫീഖ് നസ്രുള്ളയാണ് വിവരങ്ങൾ നൽകിയത്.